ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയും കുറ്റവിമുക്തർ. CBI രജിസ്റ്റർ ചെയ്ത കേസിൽ ഡൽഹി റൌസ് അവന്യൂ കോടതിയുടേതാണ് ഉത്തരവ്. ഗൂഢാലോചന തെളിയിക്കാനായില്ല എന്ന് കോടതി നിരീക്ഷിച്ചു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് അർജുൻ പീതാംബരൻ ചേരുന്നു. അർജുൻ, വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാക്കുന്ന വിധിയാണിത്. നേരത്തെ ആം ആദ്മി പാർട്ടി അഴിമതിക്കെതിരായ കുരിശ് യുദ്ധത്തിലൂടെ പിറവിയെടുത്ത പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. ആ പാർട്ടി തന്നെ അഴിമതി കേസിൽ പെട്ടു എന്ന ആരോപണമുണ്ടായിരുന്നു. അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയയും ഒക്കെ ജയിലിലാകേണ്ടി വന്നു. ഈ ആരോപണത്തിന്റെ പേരിൽ ഇപ്പോഴിതാ CBI എടുത്ത കേസിൽ കോടതി കുറ്റവിമുക്തരാക്കിയിരിക്കുകയാണ് ഇരുവരെയും. ഇവരെ മാത്രമല്ല 23 പ്രതികളെയും കുറ്റവിമുക്തരാക്കിയിട്ടുണ്ട്. ആ നിലയിൽ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. കേജ്രിവാളിനെ സംബന്ധിച്ച്, മനീഷ് സിസോദിയെ സംബന്ധിച്ച് വലിയ ആശ്വാസം നൽകുന്ന വിധി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ തോൽവിക്ക് വഴിയൊരുക്കുന്നതിലടക്കം ഈ കേസിന് നിർണായകമായ പങ്കുണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഈ കുറ്റവിമുക്തരായി നേതാക്കൾ വരികയാണ്. ഇനി EDയുടെ കേസ് വേറെയുണ്ട്. പക്ഷേ CBI എടുത്ത കേസിൽ ഇപ്പോഴിതാ അവർ കുറ്റവിമുക്തരാക്കിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഉയർന്നു വരുന്ന മറ്റൊരു പരാമർശം കൂടി ഇപ്പോൾ ഓർമ്മ വരികയാണ്. നേരത്തെ CBIയെ കൂട്ടിലടച്ച തത്തയെന്ന് കോടതി തന്നെ വിശേഷിപ്പിച്ചിരുന്നു. അത്തരം ആരോപണങ്ങളെ സാധൂകരിക്കും വിധമുള്ള വിധി കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ന് കരുതേണ്ടേ അർജുൻ? ദിലീപ് കുമാർ, വളരെ പ്രധാനപ്പെട്ട ഉത്തരവാണ് ഡൽഹി റൌസ് അവന്യൂ കോടതിയുടെ ഭാഗത്തു നിന്നും വരുന്നത്. അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോദിയ മാത്രമല്ല, ആ കേസിൽ CBI രജിസ്റ്റർ ചെയ്ത കേസിലെ 23 പേരെയും ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നു. അക്കൂട്ടത്തിൽ K കവിതയുണ്ട്, അതുപോലെ തന്നെ മലയാളിയായിട്ടുള്ള വിജയ് നായർ ഉൾപ്പെടെയുള്ളവർ ഈ 23 പേരുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും മനീഷ് സിസോദിയ ഉൾപ്പെടെയുള്ളവരെ സംബന്ധിച്ച് വളരെ വലിയ ആശ്വാസമാണ്. ഇതിൽ പ്രധാനമായിട്ടുള്ള ചില പരാമർശങ്ങൾ കൂടി കോടതി നടത്തിയിട്ടുണ്ട്. ഒന്ന്, ഒരു ആരോപണങ്ങൾ ഉയർത്തുന്ന സമയത്ത് അതിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ വേണം ആ ആരോപണത്തെ ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ജഡ്ജി ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഗൂഢാലോചനയെ സംബന്ധിച്ച് ഒരു നറേറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടി CBI ശ്രമിച്ചു. എന്നാൽ കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അഭാവം ഉണ്ട്. ക്രിമിനൽ ഗൂഢാലോചന തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ എന്തായാലും കോടതി, റൌസ് അവന്യൂ കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ കേസിൽ CBI രജിസ്റ്റർ ചെയ്ത കേസിലെ 23 പ്രതികളെയും വെറുതെ വിട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി പറയേണ്ടിയിരിക്കുന്നു. നേരത്തെ ദിലീപ് കുമാർ സൂചിപ്പിച്ച പോലെ തന്നെ EDയുടെ കേസ് അവിടെ നിൽക്കുന്നുണ്ട്. EDയുടെ കേസിലാണ് ആദ്യം മനീഷ് സിസോദിയയും അതുപോലെ അരവിന്ദ് കെജ്രിവാളിനെയും എല്ലാം അറസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് ജയിലിൽ വെച്ച്, തിഹാർ ജയിലിൽ വെച്ചായിരുന്നു CBIയും അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നതും. പിന്നീട് റൌസ് അവന്യൂ കോടതി അവിടെ നിന്നും ജാമ്യം നിഷേധിച്ച് ഡൽഹി ഹൈക്കോടതി, പിന്നീട് സുപ്രീം കോടതിയിൽ പോകുന്ന സമയത്താണ് ഈ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ അവർക്കെല്ലാം തന്നെ ജാമ്യം ലഭിക്കുന്ന ഒരു അവസ്ഥയെല്ലാം തന്നെ ഉണ്ടായത്. പിന്നീട് നിയമ പോരാട്ടം അത് തുടരുകയായിരുന്നു, അത് നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നതായാലും വളരെ സുപ്രധാനമായിട്ടുള്ള ഉത്തരവ് വരുമ്പോൾ ഇതിൽ ചാർജ് ഷീറ്റിനെ സംബന്ധിച്ച് ഏതൊക്കെ തരത്തിലുള്ള ചാർജുകൾ നിലനിൽക്കും എന്നുള്ള കാര്യത്തിലായിരുന്നു റൌസ് അവന്യൂ കോടതി ഒരു ഉത്തരവ് പറയാനിരുന്നത്. അതിലാണ് ഇപ്പോൾ എന്തായാലും 23 പേർക്കെതിരെയും ഗൂഢാലോചന നിലനിൽക്കില്ല, ഈ CBIയുടെ ആരോപണങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് തെളിവുകൾ ഇല്ലാതെയാണെന്നുള്ള കാര്യം ഇപ്പോൾ കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നതും CBI രജിസ്റ്റർ ചെയ്ത കേസിൽ എല്ലാവരെയും വെറുതെ വിട്ടിരിക്കുന്ന ഒരു നടപടി കൂടി ഉണ്ടാകുന്നത് CBIക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ്, കേന്ദ്ര സർക്കാരിന് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ്, ആം ആദ്മി പാർട്ടിക്ക് വലിയ രീതിയിലുള്ള ആശ്വാസമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും ഡൽഹി തിരഞ്ഞെടുപ്പ് തോറ്റു നിൽക്കുന്ന സാഹചര്യമുണ്ട്. എന്നാൽ പഞ്ചാബിലും ഗുജറാത്തിലും വീണ്ടും അവരുടെ വേരുകൾ ശക്തിപ്പെടുത്താനും വീണ്ടും ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടാനും എല്ലാം തന്നെ നിൽക്കുന്ന സമയത്ത് ഈ മദ്യനയ അഴിമതിയിലായിരുന്നു അവർ കറപുരണ്ട് നിൽക്കുന്നത്. അതിൽ CBI രജിസ്റ്റർ ചെയ്ത കേസിൽ ഈ എല്ലാവരെയും അരവിന്ദ് കെജ്രിവാളിനെ ഉൾപ്പെടെ കുറ്റവിമുക്തനാക്കുന്ന സമയത്ത് അത് ആ പാർട്ടിക്ക് നൽകുന്ന ഊർജ്ജം അത് വളരെ വലുതാണ് എന്നുള്ള കാര്യം പറയേണ്ടിയിരിക്കുന്നു. ഇന്ന് രാവിലെ റൌസ് അവന്യൂ കോടതിയിലേക്ക് അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയ ഉൾപ്പെടെയുള്ള ആളുകൾ, ഈ പ്രതികളെല്ലാം തന്നെ എത്തിയിരുന്നു, നേരിട്ട് ഹാജരായിരുന്നു. അതിനുശേഷമാണ് എല്ലാവരെയും ഇപ്പോൾ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നത്. ഇതിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യയുടെ പ്രതികരണമാണ് ആദ്യമായി വന്നിരിക്കുന്നത്. സുനിത കെജ്രിവാളിന്റെ സത്യം ജയിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് സുനിത ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ദിലീപ് കുമാർ. അർജുൻ, ഇക്കാര്യത്തിൽ ഏതായാലും BJPയെ സംബന്ധിച്ച്, കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഈ കോടതി വിധി വലിയ തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ നടത്തിയ നീക്കങ്ങൾക്കും ഈ വിധി വലിയ തിരിച്ചടിയായിട്ടുണ്ട് എന്നതിലും യാതൊരു സംശയവുമില്ല. ഏതായാലും നേരത്തെ അർജുൻ പറഞ്ഞതുപോലെ ഇതിലുള്ള ഒരു മലയാളി കണക്ഷനാണ് വിജയ് നായർ. നേരത്തെ ആം ആദ്മി പാർട്ടിയുടെ കമ്മ്യൂണിക്കേഷൻ വിഭാഗം തലവനായിരുന്നു. ഇപ്പോൾ വിജയ് നായർ കുറ്റവിമുക്തനായിരിക്കുന്നു. K ചന്ദ്രശേഖർ റാവു, മുൻ തെലങ്കാന മുഖ്യമന്ത്രി K ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൾ കവിത ഈ കേസുമായി ബന്ധപ്പെട്ട് ജയിലിലായിരുന്നു, ഇപ്പോൾ കുറ്റവിമുക്തയാക്കപ്പെട്ടിരിക്കുന്നു. ആ നിലയിൽ നിരവധി ഈ കേസിലുണ്ട 23 പ്രതികളെയും കുറ്റവിമുക്തരാക്കുമ്പോൾ അത് BJPക്കും കേന്ദ്ര സർക്കാരിനും
വലിയ തിരിച്ചടിയായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലാത്തതാണ് എന്നതിലും സംശയമില്ല. അർജുൻ, രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ പ്രതികരണങ്ങൾ ഈ വിധിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടോ? പ്രതികരണങ്ങൾ വന്നു തുടങ്ങുന്നതേ ഉള്ളൂ എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും ബി ദിലീപ് കുമാർ. പക്ഷേ BJP സംബന്ധിച്ചും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചും ദിലീപ് കുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള തിരിച്ചടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് തന്നെ അരവിന്ദ് കെജ്രിവാളിനെ തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്നു. അത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ആ പ്രചാരണത്തിലടക്കം BJPയും കേന്ദ്ര സർക്കാരും ഏറ്റവും കൂടുതൽ ഉന്നയിച്ച ഒരു വാക്കാണ്, അല്ലെങ്കിൽ ഒരു വിഷയമാണ്, ഉയർത്തിക്കാട്ടിയ വിഷയമാണ് ഡൽഹി മദ്യത അഴിമതി കേസ് എന്ന് പറയുന്നത്. അതിൽ EDയും CBIയും ഈ നേതാക്കൾക്ക് നേരെ ചുമത്തിയിട്ടുള്ള വകുപ്പുകളടക്കം ചൂണ്ടിക്കാണിച്ച് വലിയ കാടടച്ചുള്ള പ്രചരണം തന്നെയായിരുന്നു ഈ കേന്ദ്ര സർക്കാരിന്റെയും BJPയുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം തന്നെ പറയാം. അപ്പോൾ തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തു നിന്നും ഈ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള തരത്തിൽ മറിച്ചും ഒരു ആരോപണമെല്ലാം തന്നെ പ്രതിപക്ഷ പാർട്ടികളും ഉയർത്തിയത് തന്നെയായിരുന്നു. ഇപ്പോൾ കോടതി തന്നെ നേരിട്ട് CBIയുടെ അന്വേഷണത്തിൽ തന്നെ വീഴ്ചകളുണ്ട് എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ച സമയത്ത് അത് കോൺഗ്രസിനെ സംബന്ധിച്ചും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചും പ്രതിപക്ഷം ഒന്നടങ്കം തന്നെ വലിയ രീതിയിൽ ആത്മവിശ്വാസം, അതുപോലെ തന്നെ അവരുടെ പോരാട്ടത്തെ വിജയിച്ചു എന്നുള്ള രീതിയിലേക്ക് നറേറ്റീവ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു നിലയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും. ഗൂഢാലോചനയെ സംബന്ധിച്ച് ആരോപണങ്ങൾ ഉയർത്തുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉണ്ടാകണം. ആ തെളിവുകളുടെ അഭാവം തന്നെയാണ് 23 പേർക്കും ഇപ്പോൾ 23 പേരും കുറ്റവിമുക്തരാക്കാൻ കാരണം എന്നുള്ള കാര്യം കൂടി കോടതി ചൂണ്ടിക്കാണിക്കുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ട് എന്നുള്ള കാര്യം കൂടി പ്രത്യേകിച്ചും പറയേണ്ടിയിരിക്കുന്നു. ഈ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ 3 ചാർജ് ഷീറ്റുകളിൽ, അതായത് സപ്ലിമെന്ററി ചാർജ് ഷീറ്റുകളാണ്, അതിലൊന്നും തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ പേര് പരാമർശിച്ചിട്ടുണ്ടായിരുന്നില്ല. 4ാമത്തെ സപ്ലിമെന്ററി ചാർജ് ഷീറ്റിലായിരുന്നു അരവിന്ദ് കെജ്രിവാൾ CBI പരാമർശിച്ചിരുന്നത്. ഇക്കാര്യങ്ങളടക്കം ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് അത് വലിയ രീതിയിൽ തിരിച്ചടി തന്നെയാണ് കേന്ദ്ര സർക്കാരിനും അതുപോലെ തന്നെ അന്വേഷണ ഏജൻസികൾക്കും ഉണ്ടായിരിക്കുന്നത്. ഈ നിയമ പോരാട്ടത്തിൽ ഭാഗികമായിട്ടെങ്കിലും ഇപ്പോൾ CBI രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഈ നേതാക്കളെ എല്ലാവരും ആം ആദ്മി പാർട്ടിക്ക് ഒന്നടങ്കം ആശ്വാസം ലഭിക്കുന്നത്. ED രജിസ്റ്റർ ചെയ്ത കേസ് അവിടെ നിൽക്കുന്നുണ്ട്. അതിലാണ് അരവിന്ദ് കെജ്രിവാളിനെ ആദ്യം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.